ഞാൻ പറയാൻ പോയത് അതാണ് സ്പോർട്സ് കളിയാ. ഓയ് ഹലോ. ഇന്നതേ പൊക്ലായ് ബീച്ചിൽ ചൂണ്ടിടാൻ വന്നേക്കണ്ടാ. തീറ്റയായിട്ട് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. 2-3 ചൂണ്ടക്കാർ ഇവിടെ മുമ്പേ ഇരിക്കുന്നുണ്ട് കേട്ടാ. ആർക്കും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. നല്ല മഴക്കാറുള്ള ഒരു ദിവസം കൂടെ ഉണ്ടാ. എത്ര നേരം ചൂണ്ടിടാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനതേ ചൂണ്ട എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടാ. അനിയനാണ് ചൂണ്ടിടുന്നത്. ഞാൻ പറയാൻ പോയത് അതാണ് സ്പോർട്സ് കളിയാ. ഓയ് ഹലോ. അങ്ങനത്തെ വന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഒരു കല്ലേരിയാണ് കയറിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളവരനാണ്. ഇതിൻ്റെ മേൽചൂണ്ടൊക്കെ നല്ല സ്ട്രോങ് കേട്ടാ. അത് കാരണം ചൂണ്ട കയറിയിട്ടുണ്ടെങ്കിൽ മിസ്സാവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഈ ഭാഗത്ത് നിറച്ച് നീട്ടുവല ഇട്ട് വെച്ചേക്കും കേട്ടാ. അത് കാരണം കൂടുതലും കല്ലിനോട് ചേർന്നാണ് ഈ ചൂണ്ടിടുന്നത്. അപ്പോൾ മീൻ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കയറി മിസ്സാവും. ഒരു കാഞ്ചി ആ കവറിൻ്റെ അകത്തേക്ക് ആക്കി, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ പോവും. ഏറ്റവും ചെറിയ ഹുക്കിലാണ് കിട്ടിയത്. വീണ അങ്ങനത്തെ ആ കല്ലൊക്കെ ഉള്ള ഭാഗത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചൂണ്ടേന്ന് എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ളവരണം കേട്ടാ. ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഈ ഒരു കല്ലേരിനെ ഇപ്പം മിക്ക സ്ഥലത്തും കിട്ടുന്നുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റുള്ള ഒരു മീനും കൂടെയാണ്. അങ്ങനത്തെ രണ്ടാമത് ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. നീട്ടുവലുള്ള കാരണം കല്ലിനോട് ചേർത്ത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ചൂണ്ടിടൽ പെട്ടെന്ന് തന്നെ നിർത്തേണ്ട വരും തോന്നുന്നുണ്ട് കേട്ടാ. നല്ല മഴ വരുന്നുണ്ട്. അങ്ങനത്തെ അധികം വയ്യാണ്ട് തന്നെ നമുക്കൊരു കറൂപ്പിനെയും കൂടെ കിട്ടിയിട്ടാ. കല്ലിനോട് ചേർത്ത് ചൂണ്ടിടുന്ന കാരണം കേട്ടാ ഇങ്ങനത്തെ മീനുകളെ കിട്ടുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മളിവിടെ ചൂണ്ടിടുമ്പോൾ പല്ലിക്കോരയും കതിരാനൊക്കെയാണ് കിട്ടാറുള്ളത്. ഇതും ഒരു കൈപ്പത്തിര വലിപ്പമുണ്ട് കേട്ടാ. അങ്ങനെ വന്നൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് 2 നല്ല മീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അധികം നേരം ചൂണ്ടിടാൻ പറ്റിയില്ല കേട്ടാ. അപ്പോഴേക്കും നല്ല മഴ കയറി വന്നു. അങ്ങനെ നമ്മളിത് ചൂണ്ടിടൽ നിർത്തി പോന്നിട്ടാ. ഇന്ന് മാക്സിമം ഒരു 10-15 മിനിറ്റ് ചൂണ്ടിട്ടിട്ടുള്ളൂ. എന്നാലും നല്ല 2 മീനെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏരി പെട്ടെന്ന് തന്നെ ചത്തിട്ടാ. പക്ഷേ ഹമൂറിന് ഇപ്പോഴും ജീവനുണ്ട്. ജീവനോട് ഇരിക്കുമെന്നറിയാനായിട്ട് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് നോക്കിയാണ് കേട്ടാ. പക്ഷേ രക്ഷയില്ല. ഇന്ന് നല്ല പോലെ മീൻ കിട്ടേണ്ട ഒരു ദിവസമായിരുന്നു കേട്ടാ. പക്ഷെ മഴ പെയ്ത കാരണം ഈ 2 മീനിൽ ഒതുങ്ങി.